നമസ്കാരം, സമയ മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പിൽ സെമി ഫൈനൽ ഉറപ്പിക്കാൻ വിൻഡീസിനെതിരെ ഇന്ത്യൻ ടീമിന് വിജയം അനിവാര്യമായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 195 റൺസ് നേടി. ഈ വിജയലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയ ഇന്ത്യക്ക് ടോപ്പ് ഓർഡർ ബാറ്റർമാരായ അഭിഷേക് ശർമ്മയെയും ഇഷാൻ കിഷനെയും പെട്ടെന്ന് നഷ്ടമായി. എന്നാൽ ഒരറ്റത്ത് കരുത്തോടെ പിടിച്ചു നിന്ന സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി വിജയ റൺ കുറിച്ചു. 50 പന്തിൽ 97 റൺസ് എടുത്ത സഞ്ജു സാംസൺ പുറത്താകാതെ നിന്നു. ഇതോടെ സഞ്ജുവിനെ പ്രശംസിച്ച ആരാധകരും ക്രിക്കറ്റ് വിദഗ്ധരുമെല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. T20 ലോകകപ്പ് പൂർത്തിയാകുന്നതോടെ സഞ്ജു സാംസന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിക്കുമെന്ന് പലരും വിധിയെഴുതിയിരുന്നു. വലിയ ഇന്നിങ്സുകൾ കണ്ടെത്താൻ കഴിയാതെ ചെറിയ ചെറിയ പിഴവുകൾ വരുത്തി പുറത്താകുന്ന സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ഈ ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ ഇന്ത്യയുടെ മത്സരത്തിൽ സഞ്ജു തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് കയ്യടി നേടി. എന്തായാലും T20 ലോകകപ്പ് കഴിയുന്നതോടെ സഞ്ജു വേഗം തന്നെ ടീമിൽ നിന്ന് പുറത്താകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. സഞ്ജു ടീമിൽ ഇനിയും തുടരുമെന്ന് പറയാൻ കാരണം ഗൗതം ഗംഭീർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. സഞ്ജു ഒരു ലോകോത്തര താരമാണ്. എത്ര മികച്ച താരമാണ് അവനെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അവനെ പിന്തുണക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ടീമിന് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ തന്റെ ഏറ്റവും മികച്ച പ്രകടനം സഞ്ജു പുറത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് അവന് തുടങ്ങാനുള്ള സമയം. ഇനിയും 2 മത്സരങ്ങൾ ഈ ലോകകപ്പിൽ നമുക്ക് കളിക്കാനാകുമെന്നാണ് കരുതുന്നത്, ഗംഭീർ മത്സരത്തിന് ശേഷം പറഞ്ഞു. ഒരു ഘട്ടത്തിലും സഞ്ജു ഇന്നിങ്സ് ആക്സലറേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായി കണ്ടില്ല. എല്ലാം സാധാരണ ക്രിക്കറ്റ് ഷോട്ടുകളായിരുന്നു. മികച്ച കൺട്രോളിലാണ് അവൻ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത്, ഗംഭീർ കൂട്ടിച്ചേർത്തു. നെറ്റ്സിൽ സഞ്ജു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നുവെന്നും കളിക്കളത്തിലും അതേ പ്രകടനം ആവർത്തിക്കുകയാണ് വേണ്ടതെന്നും ഗംഭീർ വ്യക്തമാക്കി. സഞ്ജു ലോകോത്തര താരമാണെന്ന് താൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിരവധി മികച്ച ഇന്നിങ്സുകൾ അവനിൽ നിന്ന് കാണാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗംഭീർ പറഞ്ഞു. സഞ്ജുവിനെ മാത്രമല്ല ഇഷാൻ കിഷനെയും ഗൗതം ഗംഭീർ പ്രശംസ കൊണ്ട് മൂടി. സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയും പോലുള്ള താരങ്ങൾ ടീമിലുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് മികച്ച കാര്യമാണെന്ന് ഗംഭീർ പറഞ്ഞു. നമുക്കിപ്പോൾ 2 കിടിലൻ താരങ്ങളുണ്ട്, ഇഷാനും സഞ്ജുവും. ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ നല്ലതാണ് ഇവരെ പോലുള്ള താരങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് ബാറ്റ് ചെയ്യാനും വിക്കറ്റ് കീപ്പ് ചെയ്യാനും കഴിയും. ഭാവിയിലേക്കും മികച്ച ഓപ്ഷനുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് ഗംഭീറിന്റെ വാക്കുകൾ. ഗംഭീറിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. സഞ്ജുവിന്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവായിട്ടാണ് ഈ ഇന്നിങ്സിനെ ഗൗതം ഗംഭീർ കണക്കാക്കുന്നത്. സഞ്ജുവിന് ഇതൊരു റീസ്റ്റാർട്ട് ആകട്ടെ എന്നാണ് ഗംഭീർ ആശംസിക്കുന്നത്. സഞ്ജുവിന്റെ മികച്ച ഇന്നിങ്സുകൾ ഇനിയും കാണാനാകുമെന്നും ഗംഭീർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഇതിനർത്ഥം സഞ്ജുവിന് തുടർന്നും ടീമിൽ അവസരമുണ്ടെന്ന് തന്നെയാണ്. അതേസമയം ഇഷാൻ കിഷൻ എന്ന ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ടെന്ന കാര്യം ഗംഭീർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും സഞ്ജുവിന്റെ കിടിലൻ ഇന്നിങ്സുകൾ ഇനിയും കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം T20 ലോകകപ്പിൽ ഇനി ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്ന എതിരാളികൾ ഇംഗ്ലണ്ടാണ്. സൂപ്പർ 8 ഗ്രൂപ്പ് 2 എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ വരവ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് സൂപ്പർ 8 ഘട്ടത്തിൽ പരാജയപ്പെട്ടതോടെ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായി സെമിയിൽ കടന്നു. മാർച്ച് 5-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ട് T20 സെമി ഫൈനൽ പോരാട്ടം നടക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.